ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചത്? എപ്പോഴാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചത്? ഉത്തരം ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9-നുമാണ് അണുബോംബ് വർഷിച്ചത്. അടുത്ത ചോദ്യം, ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആറ്റം ബോംബിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ച രാജ്യം ഏതാണ്? ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ച രാജ്യം അമേരിക്കയാണ്. അടുത്ത ചോദ്യം, ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകളുടെ പേര് എന്തൊക്കെയാണ്? ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകളുടെ പേര് എന്തൊക്കെയാണ്? ഉത്തരം ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. അതുപോലെ തന്നെ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേരെന്താണ്? ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേരെന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബായി അറിയപ്പെടുന്നത് 1945 ഹിരോഷിമയിൽ ഉപയോഗിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബാണ്. അടുത്ത ചോദ്യം, ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 4656 കിലോഗ്രാം. 4656 കിലോഗ്രാം ഭാരമായിരുന്നു ഫാറ്റ്മാൻ എന്ന അണുബോംബിനുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളവും ഭാരവും എത്രയായിരുന്നു? ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളവും ഭാരവും എത്രയായിരുന്നു? ഉത്തരം 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം വെയിറ്റും. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന് ആകെ 3 മീറ്റർ നീളവും അതുപോലെ 4400 കിലോഗ്രാം ഭാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഏതൊക്കെ ദിവസങ്ങളാണ് ഹിരോഷിമ ദിനമായും നാഗസാക്കി ദിനമായും ആചരിക്കുന്നത്? ഏതൊക്കെ ദിവസങ്ങളാണ് ഹിരോഷിമ ദിനമായും നാഗസാക്കി ദിനമായും ആചരിക്കുന്നത്? ഉത്തരം ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 9-നാണ് നാഗസാക്കി ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസവും സമയവും എത്രയാണ്? ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസവും സമയവും എത്രയാണ്? ഉത്തരം ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15-നാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കുന്നത്. അടുത്ത ചോദ്യം, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനങ്ങൾ നടന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനങ്ങൾ നടന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങൾ നടന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു. അടുത്ത ചോദ്യം, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം ജപ്പാനെ കീഴടങ്ങുവാൻ നിർബന്ധിപ്പിച്ച് രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിച്ചതിന്റെ പ്രധാന ഉദ്ദേശം. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എന്തായിരുന്നു എനോള ഗേ? എന്തായിരുന്നു എനോള ഗേ? ഉത്തരം ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് എനോള ഗേ. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ്. പോൾ ഡബ്ല്യു ടിബറ്റ് ആണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ്. അടുത്ത ചോദ്യം, ഏത് US സൈനിക വിമാനമാണ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്? ഏത് US സൈനിക വിമാനമാണ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്? ഉത്തരം ബോക്സ്കാർ. ബോക്സ്കാർ എന്ന US സൈനിക വിമാനമാണ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത്. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വീനിയാണ്. അടുത്ത ചോദ്യം, അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണവായുധം അഥവാ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചത്?
അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിച്ചത്? ഉത്തരം അമേരിക്കയിലെ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺ അഥവാ ആണവായുധം പ്രയോഗിച്ചത്. അടുത്ത ചോദ്യം, നാഗസാക്കിയിൽ നിർമ്മിച്ച അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ പേരെന്താണ്? നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ പേരെന്താണ്? ഉത്തരം പ്ലൂട്ടോണിയം 239. പ്ലൂട്ടോണിയം 239 ആണ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച സ്ഫോടക വസ്തു. അടുത്ത ചോദ്യം, ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച മൂലകം ഏതാണ്? ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം 235. യുറേനിയം 235 എന്ന സ്ഫോടക വസ്തുവാണ് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, ഐ ഹാവ് ബിക്കം ഡെത്ത് ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്നത് ആരുടെ വാക്കുകളാണ്? ഐ ഹാവ് ബിക്കം ഡെത്ത് ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമറിന്റെ വാക്കുകളാണ് ഐ ഹാവ് ബിക്കം ഡെത്ത് ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്നത്. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ പേരെന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ പേരെന്താണ്? ഉത്തരം UNO അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. UNO അഥവാ ഐക്യരാഷ്ട്ര സംഘടനയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയായി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ്? അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ്? ഉത്തരം ഹിബാകുഷ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേരാണ് ഹിബാകുഷ. അടുത്ത ചോദ്യം, ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടന ബാധിത ജനത അഥവാ എക്സ്പ്ലോഷൻ അഫക്റ്റഡ് പോപ്പുലേഷൻ. എക്സ്പ്ലോഷൻ അഫക്റ്റഡ് പോപ്പുലേഷൻ എന്നതാണ് ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്താണ്? അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം മൻഹാട്ടൻ പ്രോജക്ട്. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേരാണ് ദ മൻഹാട്ടൻ പ്രോജക്ട്. അടുത്ത ചോദ്യം, മൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ ആരായിരുന്നു? മൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. മൻഹാട്ടൻ പ്രോജക്റ്റിന്റെ തലവനായി അറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. അടുത്ത ചോദ്യം, ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്കിലെ ശവകുടീരം എന്തിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്? ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്കിലെ ശവകുടീരം എന്തിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്? ഉത്തരം ഇത് അണുബോംബാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ഇരകളുടെ ആത്മാക്കൾക്കുള്ള ഒരു അഭയസ്ഥാനത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്.